ഇതാണ് ഞാൻ ആദ്യമായിട്ട് ആർട്ട് വർക്കിലോട്ട് ഇറങ്ങിയപ്പം ചെയ്ത വണ്ടി. ഇതിൽ കൂടുതലും യൂസ് ചെയ്തേക്കുന്ന കാർഡ്ബോർഡ് തന്നെയാണ്. ഇത് ഞാൻ ചെയ്തതിൽ ഏറ്റവും പെട്ടെന്ന് തീർത്ത വർക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയുമാണ്. സ്ഫടികം കണ്ടപ്പോൾ അങ്ങനെ ഇൻസ്പയർ ആയിട്ടൊരു തടിലോറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ചുമ്മാ വരച്ച് ചെയ്തതാണ്. കളഞ്ഞു കിടന്നൊരു കോൾഗേറ്റിൻ്റെ ബോക്സ് ഉണ്ട്, നമ്മൾ വാങ്ങുന്ന വലിയ കോൾഗേറ്റിൻ്റെ ബോക്സിൽ നിന്ന് ആ ഒറ്റ പെട്ടി തന്നെ ചെയ്തു തീർത്ത വർക്കാണിത്. എൻ്റെ പേര് ആൽവിൻ സുരേഷ്. ഞാൻ ഇടുക്കി ജില്ലയിലെ ഉപ്പുതറ ലോണ്ട്രിയിൽ താമസിക്കുന്നു. ഞാൻ കുട്ടിക്കാനം ഐച്ചാടി കോളേജിലെ ബികോം വിദ്യാർത്ഥിയാണ്. ലോക്ക്ഡൗൺ സമയത്താണ് ഞാൻ ആദ്യമായി ആർട്ട് വർക്കിലോട്ട് ഇറങ്ങിയത്. ഇത് ആദ്യമായിട്ട് ഞാൻ തുടങ്ങിയത് വീട്ടിൽ ഫാൻ വാങ്ങിയപ്പോൾ കിട്ടിയൊരു പെട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാർഡ്ബോർഡ് അതിലാണ് ആദ്യമായിട്ട് ചുമ്മാ ഉണ്ടാക്കി തുടങ്ങിയത്. ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് ചെയ്തത് KSRTC വർക്കാണ്. ആദ്യമായിട്ട് സൂപ്പർ ഫാസ്റ്റ്, അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. അത് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന വണ്ടി ആയതുകൊണ്ട് അത്ര പെർഫെക്ഷൻ വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്ലാനൊക്കെ വരച്ച് പതിയെ. ഇതിൽ കൂടുതലും യൂസ് ചെയ്തേക്കുന്ന കാർഡ്ബോർഡ് തന്നെയാണ്. 90 എബോവ് കാർഡ്ബോർഡ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ വരുന്നത് ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണ്. ഗുളിക, അതുപോലെ മറ്റേ ഗ്ലാസ് ഷീറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഒട്ടും ചിലവ് വന്നിട്ടില്ല, പെയിൻറ്റിൻ്റെ മാത്രമേ ഉള്ളൂ, അല്ലാതെ വണ്ടിയുടെ മെറ്റീരിയലൊന്നും പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതല്ല. പിന്നെ ഇതിൽ എൻ്റെ വീട് പണിയുടെ സമയത്ത് ജനലിന് ഉപയോഗിച്ച തടി പലകയാണ് ഞാനിതിൽ ചെയ്സായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ടയർ വരെ കാർഡ്ബോർഡാണ്, കാർഡ്ബോർഡിൽ ഉണ്ടാക്കിയേക്കുന്നതാണ് ടയറ്. അതുപോലെ ഈ പെയിൻറ്റിങ്, പിന്നെ ഈ ഗവൺമെൻറ് ലോഗോ, ഇതെല്ലാം ഞാൻ തന്നെ കൈ ചെയ്തതാണ്. പിന്നെ ഇതിൽ പറയാൻ വൈപ്പർ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ക്ലോക്കിൻ്റെയും അങ്ങനെയുള്ളതെല്ലാം അഴിച്ചാണ്. പിന്നെ ഇൻറ്റീരിയർ മൊത്തം ചെയ്തേക്കുന്ന വണ്ടിയാണ് ഇത്. ആദ്യമായിട്ട് ചെയ്തതുകൊണ്ട് ഇത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തത്. ഇതിൽ കറക്റ്റ് സീറ്റുകളും എല്ലാം KSRTC വരുന്ന കണക്കിന് തന്നെയാണ് ഞാൻ ചെയ്തത്. ഇത്രയും മിനിയേച്ചർ നമ്മൾ ചെയ്യുന്ന വണ്ടി ഏതാണോ അതിന് അളവിലുള്ള ഒരു കാർഡ്ബോർഡ് നമുക്ക് ആദ്യം വേണം. പിന്നെ അതിലോട്ട് നമ്മൾ ആ പ്ലാൻ വരയ്ക്കുക ചെയ്യുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു പ്ലാൻ നോക്കി ചെയ്യുമ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ നമുക്ക് ആ വണ്ടിയുടെ പ്ലാൻ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരളവിൽ ചെയ്യുന്നതാണ് നല്ലത്. അല്ല കിട്ടിയ ബ്ലൂ പ്രിൻ്റ് വെച്ച് ആ അളവിൽ ചെയ്യാൻ പോകുമ്പം തെറ്റുകൾ ചിലപ്പം പറ്റും. ഇത് ഞാൻ ചെയ്തതിൽ ഏറ്റവും പെട്ടെന്ന് തീർത്ത വർക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയുമാണ്. ഞാനിത് ചെയ്യാൻ കാരണം ഞാനിങ്ങനെ ഒരു ദിവസം രാത്രി ഇരുന്ന് സ്ഫടികം കണ്ടപ്പോൾ അങ്ങനെ ഇൻസ്പയർ ആയിട്ടൊരു തടിലോറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ചുമ്മാ വരച്ച് ചെയ്തതാണ്. പക്ഷേ ഇത്ര പെർഫെക്ഷൻ ആവുമെന്ന് ഞാൻ ഓർത്തില്ല. പിന്നെ ഇത് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഇതിനുള്ള മെറ്റീരിയൽസ് ഒന്നുമില്ലായിരുന്നു. ഞാൻ ചുമ്മാ തുടങ്ങിയതാണ്. ചെയ്സിൽ ആദ്യം തുടങ്ങി. പക്ഷേ ഈ സാധനങ്ങളെല്ലാം ഓരോ ദിവസങ്ങൾ വെച്ചാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ ഓരോന്നായിട്ട് തപ്പിയെടുത്ത് അപ്പോഴത്തെ എൻ്റെ ക്രിയേറ്റിവിറ്റി തോന്നുന്നതനുസരിച്ചാണ് ഞാൻ ചെയ്തത്. ഇത് ചെയ്യാൻ വേണ്ടി വീട്ടിലൊരു റേഡിയോ തല്ലിപ്പൊട്ടിക്കേണ്ടി വന്നു. അതിൻ്റെ അകത്തുനിന്ന് എടുത്ത ഗ്രിൽ പോർഷനാണ് ഈ കാണുന്നത്. ഇതൊരു സ്പീഡ് ബോട്ടാണ് ഞാൻ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഇത് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയാൻ ഇതിൽ മെറ്റീരിയലായിട്ട് വേസ്റ്റ് വന്ന, വേറെ വണ്ടികൾ ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് വന്ന കാർഡ്ബോർഡ് ഷീറ്റ് മാത്രമാണ് വന്നേക്കുന്നത്. ഇത് വീട്ടിൽ കളയാൻ വെച്ചൊരു അയൺ ബോക്സിൻ്റെ മേളുവശമാണ്. ആ മെറ്റൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഞാനിങ്ങനെ ഒട്ടിച്ചെടുത്തതായത്. ആ ഒരു ഷേപ്പ് എനിക്കിത് കണ്ടപ്പോഴൊരു ബോട്ടിൻ്റെ ഷേപ്പ് തോന്നി, ഞാൻ അങ്ങനെ ചെയ്തതാണ്. എന്നിട്ട് ഇതിന് കമ്പികളായിട്ട് വള മേടിച്ചു. വള എന്നിട്ട് നിവർത്തി ഇങ്ങനെ ചെയ്തു. ഇതിനി ഉടനെ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. ഞാൻ ചെയ്ത വർക്കുകളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എൻ്റെ പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് പപ്പയ്ക്ക് വേണ്ടി ചെയ്തതുമായിട്ടുള്ള വർക്കുകളാണ് ഇത് രണ്ടും. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം കുഞ്ഞിലോട്ട് എനിക്ക് ജീപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു വീഡിയോയോ ഫോട്ടോയോ ഒന്നും നോക്കാതെ ഞാൻ എൻ്റെ മനസ്സിലെ ഇത് ക്രിയേറ്റിവിറ്റിക്ക് തന്നെ ഞാൻ ചെയ്ത രണ്ട് വണ്ടികളാണ്. ഇതെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വില്ലീസ് മോഡലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഓപ്പൺ സൈസായിട്ട്. ഇത് ഷോയ്ക്ക് വെക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇത് റണ്ണിങ് കണ്ടീഷൻ അല്ല ഫ്രണ്ട് ടയർ, പക്ഷേ ഫ്രണ്ട് ടയർ റൊട്ടേറ്റിംഗ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിക്കാൻ പറ്റും. ഇത് നല്ലൊരു ഷോയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എൻ്റെ പപ്പ പണ്ട് ഓടിച്ചുകൊണ്ടിരുന്ന ടൈപ്പ് ഒരു ലെഫ്റ്റ് ഹാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ചെയ്തു വന്നപ്പോൾ റൈറ്റ് ഹാൻഡ് ആയിപ്പോയി. പക്ഷേ പപ്പ പണ്ട് ഓടിച്ചുകൊണ്ടിരുന്ന കട്ട് ചേസ് മോഡൽ തന്നെയാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത്. പപ്പയുടെ ഇഷ്ടത്തിന് വേണ്ടി അതേ രീതിക്ക് തന്നെ ചെയ്തതാണിത്. ഇതുപോലെ വണ്ടി ഉണ്ടാക്കണം, ഇതുപോലെ സാധനങ്ങൾ മേടിച്ച് തരുവാണെങ്കിൽ പപ്പ ഞാൻ ഉണ്ടാക്കാം, എനിക്കതിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയോ, ഞാൻ അതിന് എന്ത് സപ്പോർട്ടിങ് ഞാൻ ചെയ്യും, എന്ത് സാധനവും ഞാൻ മേടിച്ച് തരാം, നിനക്ക് എന്ത് ആവശ്യത്തിന് വേണ്ടില്ല, പെയിൻറ്റിങ്ങിനായാലും വണ്ടി പണിയാനാണെങ്കിൽ എന്ത് സാധനവും ഞാൻ മേടിച്ച് തരാം. അവൻ്റെ കാര്യങ്ങൾ ഞാൻ സപ്പോർട്ടിങ്ങാണ് എല്ലാത്തിനും. അവൻ്റെ കൂടെ പടം വരയ്ക്കാനായാലും അവനത് വേണ്ട സാധനങ്ങൾ പെയിൻറ്റ് മേടിച്ച് കൊടുക്കാനും ബ്രഷ് മേടിച്ച് കൊടുക്കാനും, പിന്നെ ഇതുപോലെ സാധനങ്ങൾ കിട്ടുന്നിടത്ത് ഞാനും കൊണ്ട് കൊടുക്കും. പണിയാനായിട്ട് ഇത് കൊള്ളാമെന്നും പറഞ്ഞ് ഒരു ചെറിയൊരു ബാറ്ററി കിട്ടിയാലും കൊണ്ട് കൊടുക്കും. അതിനെ കാര്യങ്ങൾക്ക് കൊള്ളിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ. പഠിത്തത്തിലൊക്കെ ഇപ്പം വലിയ കുഴപ്പമില്ല, നന്നായിട്ട് പഠിക്കും, കുഴപ്പമൊന്നുമില്ല.
പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കഴിവുകളും കൂടെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു എന്നും പറഞ്ഞ് പിന്നെ ടീച്ചർമാർ തന്നെ അവരുടെ പടങ്ങൾ വരച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ആ പടങ്ങൾ വരച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോഴല്ലേ മക്കളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സന്തോഷം നമുക്കുണ്ടാകുന്നത്. പിള്ളേർക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിന് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നതും അധ്യാപകരിൽ നിന്നും നല്ല ഒരു ഇത് കിട്ടുന്നതും അത് നമുക്ക് ഏറ്റവും വലിയൊരു പ്രചോദനമാണല്ലോ, സന്തോഷങ്ങൾ കുടുംബത്തിന്. എനിക്ക് ഇനി പുതിയതായിട്ടൊരു എയർക്രാഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഒരു ട്രെയിനിൻ്റെ വർക്ക്, മെട്രോ പാലത്തോടെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ആ ഫില്ലറൊക്കെ ഇട്ട് അങ്ങനെ തന്നെ ഒരെണ്ണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഫോറക്സ് ഷീറ്റും മൾട്ടിവുഡും യൂസ് ചെയ്തൊരു നല്ലൊരു വണ്ടി ഉണ്ടാക്കണം എന്നുണ്ട്. പിന്നെ അതിനിപ്പം പൈസയ്ക്ക് ഇച്ചിരി പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് ചെയ്യാതിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഫാമിലി. എനിക്ക് ഒരു ചേച്ചിയും കൂടെ ഉണ്ട്. ചേച്ചി പുറത്ത് BEd പഠിക്കുകയാണ്. ഇത് എൻ്റെ പപ്പ. എൻ്റെ പപ്പ ഇപ്പം മേശിരിപ്പണിയാണ് ചെയ്യുന്നത്. ഇതെൻ്റെ അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ ഇതെൻ്റെ അനിയൻ, ഇവനിപ്പോൾ 8ൽ പഠിക്കുന്നു.